ജീവിതത്തിൽ ഉയർച്ചകളും നന്മയും ആഗ്രഹിക്കാത്തതായ ആരും തന്നെ ഉണ്ടാകില്ല. നാം എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്നും നമ്മുടെ ജീവിതത്തിൽ നന്മ പ്രാപിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ പലപ്പോഴും തങ്ങൾ ആഗ്രഹിച്ചതായ ഉയർച്ചകളിലും ആ ഒരു വിശാലതയിലും എത്തിച്ചേരുവാൻ കഴിയാതെ നിരാശയുടെ പടുകുഴിയിൽ വീണുപോയ അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം നിരാശയുടെ പടുകുഴിയിൽ വീണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും നേടുവാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ഇനിയൊന്നും എനിക്ക് വാങ്ങുവാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ വിശാലതയുണ്ടാകത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ തീർച്ചയായിട്ടും ഈ സന്ദേശം ശ്രവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചിലരുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർ നേട്ടം ആഗ്രഹിച്ചു, അത് നേടുവാൻ കഴിഞ്ഞില്ല. ചിലർ വസ്തുവകകൾ വാങ്ങുവാൻ ആഗ്രഹിച്ചു, അത് വാങ്ങുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഉള്ളതായ വസ്തുവിൽ കൂടെ തന്നെ അതിലൊരു വിശാലതയുണ്ടാകണം, ജീവിതത്തിൽ ഒരു പുതിയ പാതാവ് വെട്ടി തുറക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ജീവിതത്തിൽ അതൊന്നും നേടുവാൻ കഴിയാതെ ഇനി ഒരിക്കലും എനിക്കത് നേടുവാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലതായ ഒരു വസ്തു വാങ്ങുവാൻ, ഒരു വാഹനം വാങ്ങുവാൻ, ഒരു വീട് വെക്കുവാൻ ഇനിയും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നിരാശപ്പെടുന്ന വ്യക്തിജീവിതങ്ങളായിരിക്കാം നിങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ ഒരു ഭക്തനായ മനുഷ്യൻ്റെ പ്രാർത്ഥന ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, എബേസ് എന്ന് പറയുന്നതായ ദൈവഭക്തനാണ്. എബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥന വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ വിശാലത നേടുവാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ തങ്ങളുടെ അതിർവരമ്പുകൾ വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എബേസിനോട് ചേർന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് എബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് ചോദിച്ചത്, നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണമെന്നാണ്. യഥാർത്ഥ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ദൈവമാണ് നൽകുന്നത് എന്ന് എബേസ് തിരിച്ചറിയുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്, നിശ്ചയമായിട്ട് നീ എന്നെ അനുഗ്രഹിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, എൻ്റെ അതിർവരമ്പുകളെ നീ വിസ്താരമാക്കണം. പലപ്പോഴും നാം പ്രാർത്ഥിക്കാത്ത ഒരു വിഷയമാണ് രണ്ടാമത്തെ വിഷയം. അതിർവരമ്പുകളെ വിസ്താരമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ടെറിട്ടറി അല്ലെങ്കിൽ അവൻ്റെ വസ്തുവകകൾ അത് വർദ്ധിപ്പിക്കണമെന്നുള്ളതായ, നിലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹത്തോടു കൂടെ അവൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന തൻ്റെ ഭൗതിക സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകണം. പ്രിയമുള്ളവരെ, നാമും പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്, നമ്മുടെ അതിർവരമ്പുകളെ ദൈവമേ നീ വിശാലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. വളരെ നാളുകളായി ഇടുങ്ങിയ അനുഭവത്തിലിരിക്കുന്ന, ഇടുങ്ങിയ ജീവിതം നയിക്കുന്ന, തുച്ഛമായ ഭൂമി കയ്യിൽ വെച്ച് അതിനകത്തൊരു വീടും പണിത് നിന്നു തിരിയുവാൻ സ്ഥലമില്ലാതെ ഭാരപ്പെടുന്ന, വേദനിക്കപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങളുടെ അതിർവരമ്പിനെ വിസ്താരമാക്കുവാൻ ദൈവത്തിന് കഴിയും.
പലപ്പോഴും ചെറിയ സാഹചര്യങ്ങളിൽ വളർത്തപ്പെടുന്നവർ, ജീവിക്കുന്നവർ തങ്ങളുടെ മക്കളൊക്കെ വലുതാകുമ്പോൾ ഇച്ചിരൂടെ വിശാലമായ ഒരു ഭവനം പണിയുവാനും ഇച്ചിരൂടെ വിശാലമായ വസ്തുവകകൾ ഒന്നുകൂടെ വിസ്താരമാക്കുവാനും അല്ലെങ്കിൽ വാങ്ങുവാനുമൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. പലപ്പോഴും ആഗ്രഹിച്ചിട്ടത് നടക്കാതെ ഇനിയും എൻ്റെ ജീവിതത്തിൽ അത് വാങ്ങുവാനോ ഇച്ചിരൂടെ വിശാലമായ ഒരു വീട് പണിയുവാനോ കഴിയത്തില്ല എന്ന് ഓർത്ത് നിരാശപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്നവരെ യബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്ക്. നിൻ്റെ അതിർവരമ്പുകളെ ദൈവം വിസ്താരമാക്കും എന്നുള്ളതാണ്. അടുത്ത മൂന്നാമതായിട്ട് അവൻ പ്രാർത്ഥിക്കുന്നത്, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നുള്ളതാണ്. അതായത് പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം വലിയ സംരക്ഷകനാണ് എന്നുള്ളതായ ആ തിരിച്ചറിവ് യബ്ബേസിനുണ്ടായിരുന്നു. യബ്ബേസ് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്ത് ചെയ്യണം? നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നീ എൻ്റെ അതിർവരമ്പുകളെ വിസ്താരമാക്കണം, നീ എന്തു ചെയ്യണം? എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ വിശാലത ആഗ്രഹിച്ച് നേടുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളോട്, വസ്തു വാങ്ങണം എന്നാഗ്രഹിച്ച് മേടിക്കുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, വീട് പണിയണം എന്ന് ആഗ്രഹിച്ച് വീട് പണിയുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട്, എൻ്റെ അതിർവരമ്പുകളെ വിസ്താരമാക്കിയാൽ കൊള്ളാമായിരുന്നു എന്നാശിച്ച് നിരാശയിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ യബ്ബേസിനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം ഇസ്രയേലിൻ്റെ ദൈവത്തോട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. തീർച്ചയായിട്ടും അവൻ നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അതിർവരമ്പുകളെ അവൻ വിസ്താരമാക്കും. നിങ്ങളെ അനർത്ഥത്തിൽ നിന്നവൻ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കുന്ന ദൈവമാണ്. അതിരുകൾ വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും യബ്ബേസിൻ്റെ പ്രാർത്ഥിക്കാവുന്നതാണ്. യബ്ബേസ് പ്രാർത്ഥിച്ചതുപോലെ നാമും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് വിശ്വസിക്കുക. ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം, നിങ്ങളുടെ അതിർവരമ്പുകൾ വിശാലമാകുന്നത് വരെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ തുടരുക തന്നെ ചെയ്യണം. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുക. നമ്മളിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അതിർവരമ്പുകളെ വിശാലമാക്കും. ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്നതായ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഈ സഹോദരൻ്റെ ജീവിത അനുഭവത്തെ ഒന്ന് മാറ്റിക്കൊടുക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഈ സഹോദരിയുടെ ജീവിതത്തിന് ഒരു മാറ്റം ദൈവം കൊടുക്കണമേ. ഇവരുടെ അതിർവരമ്പുകളെ നീ വിസ്താരമാക്കി കൊടുക്കണമേ. ഇവരുടെ ജീവിതത്തെ നിശ്ചയമായിട്ട് നിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ നീ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പോക്കിലോ വരവിലോ ഒക്കെയും ദൈവമേ അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായിട്ട് ഇന്ന് പകൽക്കാലം നീ ഇവരുടെ അതിർവരമ്പുകളെ വിസ്താരമാക്കണം.
നിശ്ചയമായിട്ടും നീ ഇവരെ അനുഗ്രഹിക്കുക തന്നെ വേണം. നിശ്ചയമായിട്ടും ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ളതായ ഇമ്മാനുവേൽ ഗോഡ്, ഇമ്മാനുവേൽ ദൈവം ഇവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.